കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടി നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ആമേൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകലൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ, അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. അല്പനിമിഷം ധ്യാനിപ്പാൻ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നിറയപ്പെട്ട ഒരു അധ്യായമാണ് 2-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്. നിരവധി പ്രാവശ്യം അനേക അഭിഷക്തന്മാരിൽ കൂടെ നമ്മൾ കേട്ട ഒത്തിരി ചിന്തകൾ ഇതിനകത്ത് ഉണ്ട്. എന്നാൽ എന്നിൽ ദൈവാത്മാവ് തന്നൊരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഈ 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ സഭയുടെ സ്ഥാപനം എന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ 14 വാക്യത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കൂടിയിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കൊടിയ കാറ്റ് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. കേട്ടോ, അപ്പോൾ ദൈവജനം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരിക്കുക. ഇന്ന് ആ കൂടിവരവൊന്നും കാണാനില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ഒരുമിച്ച് കൂടി എവിടെ ദൈവജനം ഒരുമിച്ച് ആരാധിക്കാൻ തുടങ്ങുമോ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 1-2 പേരല്ല, ഒത്തിരി ഭാഷക്കാർ, ഒത്തിരി വ്യക്തികൾ ആമേൻ കർത്താവിൻ്റെ മഹത്വത്തിനായി ഒരുമിച്ച് അവർ കൂടിയിരിക്കുമ്പോഴാണ് ആ വീട് മുഴുവനും നിറയുകയാണ്. സ്തോത്രം. പല ഭാഷക്കാർ, പല രീതിയിൽ സംസാരം, ഭാഷ സംസാരിക്കുന്ന എല്ലാവരും ഒരുമിച്ച്, പല രാജ്യക്കാർ, പല ഗോത്രക്കാർ എല്ലാവരും ഒരുമിച്ചൊരു വീട്ടിനകത്ത് വന്നിരിക്കുക. ഇവർ വന്നിരിക്കുമ്പോൾ ഇതിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. നോക്കി, ഒരുമിച്ച് കൂടുന്ന ആ കൂടിവരവെന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമായിട്ടോ. സ്തോത്രം. ആ ഒരുമിച്ച് കൂടിവരവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 4-ാം അധ്യായം 31-ാമത്തെ വാക്യം, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർ ഒരുമിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുകയാണ്. സ്തോത്രം. നോക്കിക്കേ, ഈ 4-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കാര്യം വ്യക്തമാക്കണം. ദൈവവചനം പ്രസംഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ആമേൻ. ദൈവവചനം പ്രസംഗിക്കണമെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം വേണം.
ആത്മാവിൻ്റെ അഭിഷേകമില്ലാത്തവർക്ക് ദൈവവചനം പ്രസംഗിക്കാൻ പേടിയാണ്. സ്തോത്രം. കണ്ടോ, ഇവിടെ പറയുന്നത് ധൈര്യത്തോടെ. ഇപ്പൊ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോഴാണ് അവർ ദൈവവചനം ശുശ്രൂഷിപ്പാൻ തുടങ്ങിയത്. നോക്കി, ഇവിടെ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായി തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. കണ്ടോ, അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ സ്തോത്രം, ഒരു വലിയ ധൈര്യമുണ്ട്. ആരുമില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. സങ്കടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ചില ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒക്കെ നമ്മെ താങ്ങി നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലേക്ക് ഓരോ വ്യക്തികളും കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കണം, സൗഖ്യമാകുവാൻ നിന്റെ കൈ നീട്ടിയാലും സ്തോത്രം, നിന്നിൽ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായതിലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉപവസിക്കാറുണ്ടോ? ദൈവാത്മാവിൻ്റെ നിയോഗം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ടോ? ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടോ? ധൈര്യമില്ലെങ്കിൽ ശ്രദ്ധിക്കൂ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ല. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു വലിയ ദൈവമഹത്വം അതിനകത്ത് വെളിപ്പെടുകയാണ്. എന്നാൽ 13-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 13-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. 13-ാമത്തെ അധ്യായം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 13-ാമത്തെ അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. കണ്ടോ, അപ്പോൾ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന ചില അനുഭവങ്ങൾ സ്തോത്രം. നോക്കിക്കേ, അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നതിന് ആവശ്യമായിരുന്നു. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ പറഞ്ഞ നിത്യജീവന് സ്തോത്രം യോഗ്യന്മാർ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിനകത്ത് ഇവർ പറയുന്ന വാക്കുകൾ വളരെ മൂർച്ചയുള്ള വാക്കുകളാണ് അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദൈവവൈദ്യൻ ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിക്കാൻ കഴിയും. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം, ദൈവവചനത്തിൻ്റെ ആധികാരികത ഈ ദിവസങ്ങളിൽ പിന്നെയും വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് മുറിവുകളും വേദനകളും വരുമ്പോൾ അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവ്. സ്തോത്രം. 49-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിൻ്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. 13-ാമത്തെ അധ്യായത്തിൻ്റെ 49 പറയുന്നു, കർത്താവിൻ്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. യഹൂദയിലുള്ള ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെയും പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി. അവരെ തങ്ങളുടെ സ്തോത്രം ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ആ നാട്ടിൽ നിന്ന് അവർക്ക് വന്നു. പക്ഷേ അവിടെ എല്ലാം അവരെന്ത് ചെയ്യുന്നറിയാമോ? ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി വചനത്തിൽ നിന്ന് അവർ സംസാരിപ്പാനിടയായി. അങ്ങനെ പ്രാർത്ഥിക്കാം.
ഇന്ന് പകലിൽ ദൈവമഹത്വം വെളിപ്പെടരുത്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകളൊന്നും അവൻ ഓർക്കാതെ ജനത്തെ ദൈവം പരിപാലിക്കണം, സൂക്ഷിക്കണം. അത്ഭുതങ്ങളെ ചെയ്യുന്ന വലിയ കൃപകൾക്കായി കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. അവിടുത്തെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.